അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു സീസണിൽ ഇറങ്ങിയ 4 പടങ്ങളിൽ ഗുഡ് ബൈ ഡഗ്ലി, മരണമാസ്, ആലപ്പുഴ ജിംഖാന എന്നീ 3 പടങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒറ്റ വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിച്ച് പറയുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. മമ്മൂട്ടി ഫാൻസ് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ബസൂക്കയുടെ റിവ്യൂ ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ ഡയറക്ഷനിൽ നസ്ലിൻ, ലുക്മാൻ അവറാൻ, ഗണപതി എസ് പൊതുവാൾ, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ എന്നിവർ പ്രധാന കഥാപാത്രം ലഭിക്കുന്ന ആക്ഷൻ കോമഡി സ്പോർട്സ് മൂവിയാണ് ആലപ്പുഴ ജിംഖാന. തല്ലുമാല പോലെ ട്രെൻഡ്സെറ്റർ മൂവി നൽകിയ ഖാലിദ് റഹ്മാനിൽ നിന്നും മറ്റൊരു സിനിമ പ്രതീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടും തല്ലുമാല പോലെ ഒരു സിനിമയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ നസ്ലിനും ലുക്മാനും അതോടൊപ്പം സിനിമയിലെ പ്രവർത്തിച്ച എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ബോക്സിംഗ് പരിശീലിക്കുന്നതുമായി ഒരുപാട് പ്രൊമോഷണൽ മെറ്റീരിയൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് നല്ലൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ പുറത്താണ് ഞാൻ പോയി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. ഖാലിദ് റഹ്മാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ +2 തോറ്റ ഒരു കൂട്ടം പിള്ളേർ സെറ്റ് ഗ്രേസ് മാർക്കിന് വേണ്ടി ഒരു ജിംഖാനയിൽ ജോയിൻ ചെയ്യുന്നതും അവിടെ വെച്ച് ബോക്സിംഗ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് പോകുന്നതും ആ ഒരു സ്ഥലത്ത് നിന്ന് അവർ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളെ വളരെ രസകരമായി പറയാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ ഏതാണ്ട് ഇന്റർവെൽ വരെ നല്ല തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ഒടുങ്ങിയതിനു ശേഷം സിനിമ ഒരു ലൊക്കേഷൻ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടോ മറ്റായിരിക്കാം വളരെയധികം സ്റ്റക്ക് ആവുന്നതായും അൺവാണ്ടഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയ സീൻസുകൾ കൊണ്ട് സിനിമ കുറച്ചുകൂടി ഡ്രാഗ് ആവുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും ഈ ക്യാരക്ടേഴ്സുമായി തോന്നാത്തത് കൊണ്ടോ മറ്റായിരിക്കാം എനിക്ക് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു രീതിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ തോന്നിയിട്ടില്ലായിരുന്നു. ചില കോമഡി രംഗങ്ങൾ കൊണ്ടും ചില ആക്ഷൻ രംഗങ്ങളുടെ തമാശ രംഗങ്ങൾ കൊണ്ടും സിനിമ എന്റർടൈനിങ് ആവുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഒന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ടോപ്പ് നോച്ച് ആയ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ആയി തോന്നിയ ഒരു ഫാക്ടർ വിഷ്ണു വിജയ് ചെയ്ത മ്യൂസിക് പ്ലസ് BGM ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് സിനിമയെ നല്ല തന്നെ ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നു. പലപ്പോഴും ഡൗൺ ആയി പോയ സിനിമയെ അപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് വളരെ സഹായിച്ചായി തോന്നിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ടെക്നിക്കലിയും മേക്കിങ്ങിലും പെർഫോമൻസിലും നല്ല മികവ് പുലർത്തിയ സിനിമയുടെ സ്ക്രിപ്റ്റ് മോശമായതുകൊണ്ട് മാത്രം കുറച്ച് ലെറ്റ് ഡൗൺ ആയി പോയ ഒരു മോശമല്ലാത്തൊരു അറ്റംപ്റ്റ് എന്ന രീതിയിലുള്ള ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ആലപ്പുഴ ജിംഖാന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി അധികം വൈകാതെ നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം. അൺലൈക്ക് ആലപ്പുഴ ജിംഖാന, ബേസിൽ ജോസഫിന്റെ മരണമാസിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ മൂവീസിന്റെ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയുടെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും വളരെയധികം എക്സ്പെക്ടേഷൻ നൽകുന്ന രീതിയിലായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുണ്ടായിരുന്നത്. ബേസിൽ ജോസഫിനെ കൂടാതെ രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആന്റണി, സുരേഷ് കൃഷ്ണ, അനിഷ്മാൻ അനിൽകുമാർ എന്നിവർ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. രാജേഷ് മാധവൻ ചെയ്യുന്ന ശ്രീകുമാർ എന്ന സീരിയൽ കില്ലർ ഒരു ബസ്സിൽ അകപ്പെടുന്നതും അതിനുശേഷം ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനുശേഷം നടക്കുന്ന രസകരമായ സംഭവങ്ങൾ സിനിമയെ എങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നു, ആ ക്ലൈമാക്സ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി വെക്കുന്നു എന്നതിനെയൊക്കെയാണ് ഈ സിനിമ വളരെയധികം എന്റർടൈനിങ് ആയി പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് സത്യം പറഞ്ഞാൽ സിനിമയിൽ ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. പ്രധാന കഥാപാത്രങ്ങളടക്കം എല്ലാവർക്കും ഒരു കാരിക്കേച്ചറി സ്വഭാവം നൽകിയ ഈ സിനിമയിലെ ഒരു നോർമൽ ക്യാരക്ടറെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സിജു സണ്ണി ചെയ്ത അരവിന്ദന്റെ ക്യാരക്ടറായിരുന്നു. അദ്ദേഹത്തിന് തന്നെ സ്ക്രീൻ പ്ലേയോടൊപ്പം ശിവപ്രസാദ് എന്ന തുടക്കക്കാരൻ എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഡയറക്ഷനും സിനിമയെ നല്ല രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഡ്രാഗിങ് സീനുകളും അതോടൊപ്പം തന്നെ ഇമോഷൻ, കോമഡി, ആക്ഷൻ എന്നിവയിൽ നിന്നുള്ള ഒരു ജമ്പും കുറച്ച് കല്ലുകൂടി തോന്നിയെങ്കിൽ പോലും അവയൊന്നും സിനിമയെ വളരെയധികം മോശമാക്കുന്ന രീതിയിലേക്ക് പോകാത്തത് തന്നെ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം എന്റർടൈനിങ് ആയി തന്നെയായിരുന്നു ഈ സിനിമ അവസാനം വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം JKയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നീരജ് രവിയുടെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എസ്പെഷ്യലി ജമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും സിനിമയെ നല്ല രീതിയിൽ തന്നെ ലൈവിലേക്ക് വെക്കുന്നതിൽ വളരെയധികം സഹായം ചെയ്തതായി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ എന്റർടൈൻമെന്റ് മൂവീസിൽ ബ്ലാക്ക് കോമഡി ജോണറിൽ നല്ല തന്നെ എക്സ്പ്ലോർ ചെയ്ത നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് മരണമാസ് എന്ന മൂവി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് അധികം വൈകാതെ അടുത്ത മൂവിയിലേക്ക് പോകാം. ഈ വിഷു സീസണിൽ ഞാൻ കണ്ട 3 സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്രിനാലിൻ റഷും അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് ഫാക്ടറും നൽകിയ സിനിമയാണ് അദിത് രവിചന്ദ്രൻ ഡിറക്ഷനിൽ അജിത് കുമാർ, തൃഷ എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന ഗുഡ് ബാഡ് അഗ്ലി. ഇവരെ കൂടാതെ അർജുൻ ദാസ്, സുനിൽ, കാർത്തികേയ ദേവ്,
പ്രസന്ന, പ്രഭു എന്നിവരും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. തന്റെ കുടുംബത്തിനു വേണ്ടി ഗാങ്സ്റ്റർ പദവിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജയിലിൽ സറണ്ടറായി ജീവിക്കുന്ന AK എന്ന റെഡ് ഡ്രാഗൺ തന്റെ മകൻ കിഡ്നാപ്പ് ആയതിനെ കണ്ടെത്താൻ പോകുന്നതും അതിനുശേഷം സംഭവിക്കുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ ആയിട്ട് വരുന്നത്. വലിയ പുതുമൊന്നുമില്ലാത്ത സ്റ്റോറി ലൈനിലേക്ക് പഴയ അജിത് മൂവീസിലെ സോങ് സീക്വൻസുകളും ഡയലോഗ് റെഫറൻസുകളും അതോടൊപ്പം തന്നെ ഗെറ്റപ്പ് ചേഞ്ചുകളും നല്ല തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫാൻസിനും അതോടൊപ്പം തന്നെ നോർമൽ ഓഡിയൻസിനെയും വളരെ എന്റർടൈനിങ് ആക്കി വെക്കാനാണ് ഒരു ഫാൻ ബോയ് കൂടിയായ ആദിക് രവിചന്ദ്രൻ ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പ്രധാന കഥാപാത്രങ്ങളടക്കം എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച ഈ സിനിമയിൽ ചില എക്സ്ട്രാസ് ചെയ്ത ആർട്ടിഫിഷ്യൽ ആക്ടിംഗ് ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ സിനിമ ഒരു പക്ക അജിത് കുമാർ ഷോ ആയി തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളിലും ആറ്റിറ്റ്യൂഡായാലും സ്വാഗ് ആയാലും വളരെ മികച്ച തന്നെ സ്ക്രീനിലെത്തിക്കാൻ ഡയറക്ടറായ ആദിക് രവിചന്ദ്രന് വളരെ ഈസിയായി തന്നെ സാധിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ചായ ഈ സിനിമയിൽ അഭിനന്ദൻ രാമാനുജന്റെ സിനിമാറ്റോഗ്രാഫി ആയാലും വിജയ് വേലിക്കുട്ടിയുടെ എഡിറ്റിംഗ് ആയാലും സിനിമയെ നല്ല തന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ സിനിമയെ ഒരുപടി മുകളിലേക്ക് കൊണ്ടുപോകാൻ വലിയ പങ്ക് വഹിച്ചത് GV പ്രകാശ് കുമാർ ചെയ്ത മ്യൂസിക് പ്ലസ് BGM ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇൻ കൺക്ലൂഷൻ, ഒരു വിജയ് ഫാനായ എനിക്ക് വരെ രോമാഞ്ചം തരാൻ സാധിച്ച ഒരു ഫാൻ ബോയ് തന്റെ സ്റ്റാറിന് നൽകിയ വളരെ നല്ല ട്രിബ്യൂട്ടായി തന്നെയാണ് ഗുഡ് ബൈ ഡഗ്ലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോയിൽ പ്രതിപാദിച്ച എല്ലാ സിനിമകളും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.